കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യത്തിൽ ബാലന്മാർ പെൺവേഷം കെട്ടി വിളക്കെടുത്തതിന്റെ ഓർമ്മയ്ക്കാണ് മീനമാസം 10, 11 തീയതികളിൽ ഇവിടെ പുരുഷന്മാർ വാലിട്ട് കണ്ണെഴുതി, മുടിയിൽ മുല്ലപ്പൂ ചൂടി, കൺകോണിൽ നാണവുമായി സ്ത്രീവേഷം കെട്ടി പുരുഷാംഗനമാരായി ചമയവിളക്കെടുക്കുന്നത്. പുരുഷാംഗനമാരെ കാണാൻ ചെറുപ്പക്കാരും വൃദ്ധരും വരെ ക്ഷേത്ര പരിസരത്ത് തിക്കിത്തിരക്കി. അസൂയയോടെ സ്ത്രീവേഷം കാണാനെത്തിയ അംഗനമാരും ഏറെയായിരുന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന തുടങ്ങിയതോടെ സ്ത്രീവേഷധാരികൾ ചമയവിളക്ക് കൊളുത്തി ശ്രീകോവിലിന് പ്രദക്ഷിണം വെച്ച് ദേവിയെ തൊഴുത് ക്ഷേത്രമുറ്റത്തും പുറത്തെ മൈതാനിയിലും ഇടം പിടിച്ചു. ജില്ലയുടെ വിവിധ മേഖലയിൽ നിന്നും പുറത്തുനിന്നും എത്തിയവർക്കു പുറമെ അന്യസംസ്ഥാനക്കാരും വിദേശികളും വിളക്കെടുത്ത് വഴിപാടിൽ പങ്കുകൊണ്ടത് ശ്രദ്ധേയമായി. മകനെ മകളാക്കുന്ന അമ്മയെയും ഭർത്താവിനെ അങ്കനയാക്കി ചമയിക്കുന്ന ഭാര്യയെയും സഹോദരന്മാരെ പെൺവേഷമണിയിക്കുന്ന സഹോദരിമാരെയും ക്ഷേത്ര പരിസരത്ത് കാണാമായിരുന്നു. സംഗീത രംഗത്തെ പ്രമുഖ സ്ത്രീ സാന്നിധ്യമായ മാതങ്കി സത്യമൂർത്തിയുടെ സംഗീതാർച്ചന ഇതിനോടനുബന്ധിച്ച് നടന്നു. പുലർച്ചെ 2 മണിക്ക് ക്ഷേത്രം മുതൽ കുഞ്ഞാലുമൂട് വരെ റോഡിനിരുവശത്തുമായി ചമയവിളക്കേന്തിയ പുരുഷാംഗനമാർ അണിനിരന്നു. ദേവീ ചൈതന്യം ആവാഹിച്ച ജീവതയും വെളിച്ചപ്പാടും ഉറഞ്ഞുതുള്ളി അനുഗ്രഹവർഷം ചൊരിഞ്ഞു. വിളക്ക് കണ്ട് ക്ഷേത്രക്കുളത്തിൽ ആറാടി ദേവി കുരുത്തോലപ്പന്തലിൽ ഉപവിഷ്ടയായതോടെ 1-ാം ദിവസത്തെ ചമയവിളക്കിന് പര്യവസാനമായി. ശനിയാഴ്ച നടക്കുന്ന ചമയവിളക്കുത്സവത്തിന് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകംകാരാണ് നേതൃത്വം നൽകുന്നത്. സ്ത്രീകളെ വെല്ലുന്ന വശ്യസുന്ദരമായ സൗന്ദര്യത്തോടെയും സ്ത്രൈണഭാവത്തോടെയും 100 കണക്കിന് പുരുഷാംഗനമാർ ചമയവിളക്കു നാളിൽ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ സംഗമിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു ഹൈന്ദവ ആരാധനാലയത്തിലുമില്ലാത്ത വ്യത്യസ്തമായ ഈ വഴിപാട് കർമ്മത്തിന് നൂറ്റാണ്ടിന്റെ പഴക്കമുള്ളതായി പഴമക്കാർ പറയുന്നു. ഉദ്ദിഷ്ടകാര്യസാധ്യത്തിനായാണ് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ദേവീപ്രീതിക്കായി ചമയവിളക്കേന്തുന്നത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.